എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ കട്ടിലേന്ന് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു, കിടക്കപ്പായെന്ന് തുടങ്ങിയേക്കാമെന്ന്. നമ്മുടെ വീട്ടിലെ ഒരു കട്ടിൽ നിയമം ഇത് കേട്ടോ. നമ്മുടെ വീട്ടിൽ ലാസ്റ്റ് കട്ടിലേന്ന് ആരെഴുന്നേക്കുന്നോ അവർ കട്ടിൽ വിരിച്ചിടണമെന്നാണ് നിയമം. അതിപ്പോൾ എല്ലാ സാറ്റർഡേയും ഞാനായിരിക്കും കട്ടിലേന്ന് ലാസ്റ്റ് എഴുന്നേക്കുന്നത്. ഇത്ര നേരം കട്ടിലേ കിടന്നുറക്കും, അവിടെ ഇവിടെ വന്നിട്ട് ഇവിടെ കിടന്നുറക്കും. ഇന്ന് എൻ്റെ മടി പിടിച്ച ദിവസമാണ്. എല്ലാ ദിവസവും തന്നെ ഇന്ന് സത്യമായിട്ട് ഇന്നൊന്നും ഞാൻ പക്ഷേ ജസ്റ്റോട് ചോദിച്ചായിരുന്നു ഞാൻ ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന്. ചോദിച്ചില്ലേ? ജസ്റ്റിനോട് എന്നാ പറഞ്ഞേ? വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ മടിയൊന്നുമില്ല, പക്ഷെ ഇന്ന് എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട ഒരു ദിവസം, ഫിസിക്കലി മെന്റലി. എന്നും ഫിസിക്കലി ഉണ്ട് എന്നത് റെസ്റ്റോ? എന്നെ ഇവിടുത്തെ പണി മൊത്തം നീയാണല്ലോ ചെയ്യുന്നേ. ഞാൻ ഇങ്ങനെ ഇവിടെ വിശ്രമിക്കുന്നു. നല്ല രസമല്ലേ ഇങ്ങനെ ചെടികളൊക്കെ നോക്കി പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കാൻ. എൻ്റെ നാട്ടിൽ ഇനി നമ്മൾ വീട് പണിയുമ്പോൾ ഇങ്ങനെ ഫുള്ള് ഒരു സൈഡ് ഫുള്ള് ഗ്ലാസ് വേണം. എന്നിട്ട് ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് ഇങ്ങനെയല്ല, ഫുൾ ഗ്ലാസ് വന്നിട്ട് നല്ലതായിരിക്കുമല്ലേ. എന്നിട്ട് പുറത്തെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ട് ദൈവം ആയുസ്സും ആരോഗ്യം തരുവാണ് കേട്ടോ. സാറ്റർഡേ നമുക്ക് രണ്ടും ഓഫാണെങ്കിൽ നമ്മുടെ സാറ്റർഡേ അല്ലെങ്കിൽ വീക്കെൻഡ് റൊട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ച് കിളിയും പറത്തിയിരിക്കും. പിന്നെ എങ്ങനെയെങ്കിലും പുറത്തൊക്കെ ചാടി ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ്. ഇതിപ്പോൾ എന്തിനാ ഈ മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങളെ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി ആരെങ്കിലും ചോദിച്ചാലോ ലിറ്റ് ഏത് ക്രീമാണ് തേക്കുന്നതെന്ന്, എന്നൊരു പൊങ്ങച്ചത്തിന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചേ. ക്ലിനിക്സിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണേ. പിന്നെ നല്ല ചൂടല്ലേ, അതുകൊണ്ട് കുറച്ച് സൺസ്ക്രീനൊക്കെ ദേഹത്തും പൊത്തിയിട്ടുണ്ട്. ദേഹത്ത് വാരി പൊത്തി എന്ന് പറയാം. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ കാരണം എനിക്ക് മേക്കപ്പ് ഇടാതെ പുറത്ത് പോകാൻ ഇഷ്ടമായിട്ടൊന്നുമല്ല. വീട്ടിലിരുന്ന് ഒരുങ്ങുമ്പോൾ കുറേ സമയം അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കളയണ്ടേ. അപ്പോൾ ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഒരുങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി മേക്കപ്പ് വണ്ടി ഇരുന്ന് ഇടാമെന്ന്. എന്നാണെങ്കിലും ജസ്റ്റ് വണ്ടി ഡ്രൈവ് ചെയ്യും, അപ്പോൾ പിന്നെ എനിക്ക് വണ്ടി ഇരുന്ന് ഇടാമല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ നേരെ പോയത് നമ്മുടെ രുചി റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, ജസ്റ്റിക്ക് എപ്പോഴും ഉച്ചയൊക്കെ ആകുമ്പോൾ എനിക്കും ഇഷ്ടമാണ് നമ്മുടെ നാടൻ മീൽസൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. നല്ല ചോറോ അല്ലെങ്കിൽ സദ്യയൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ സദ്യ ഒന്നും കഴിക്കാൻ നിന്നില്ല. ജസ്റ്റ് നല്ല പ്യുവർ വെജിറ്റേറിയൻ സദ്യ തന്നെ കഴിച്ചു. ഞാൻ ജഡുവിന് കമ്പനി കൊടുത്തു. അവന് ഈ ചോറിനോടൊന്നും വലിയ താല്പര്യമില്ല. പുള്ളി കഴിച്ചോളും, പക്ഷേ പുറത്തൊക്കെ പോകുമ്പോൾ അവന് ബിരിയാണിയൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടമേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൊച്ചിന് ബിരിയാണി വാങ്ങിച്ചാലേ അത് മുഴുവൻ വേസ്റ്റായിട്ട് പോകത്തേ ഉള്ളന്നേ. അതല്ലേ പിന്നെ നമ്മൾ പൊതിഞ്ഞുകൊണ്ട് പോകണം. പിന്നെ ചോറ് ഉണ്ട് കഴിഞ്ഞാലും അതിൻ്റെ ബാക്കി അവൻ കഴിച്ചതിൻ്റെ കഴിക്കാനൊക്കെ ഇരിക്കണം. അതാകുമ്പോൾ ഇവൻ ബിരിയാണി കഴിക്കുവാണെങ്കിൽ ഞാനും അതിൻ്റെ ബാക്കി അങ്ങ് കഴിച്ചാൽ പോരെ. എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യുന്നതല്ലേ? അത് തന്നെയല്ലേ, എനിക്ക് നമ്മളൊരു വഴിക്ക് പോകുമ്പം പിന്നെ റെസ്റ്റോറൻറ്റിൽ കയറി അത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോകുന്നൊന്നും ഇഷ്ടമില്ലെന്നേ. അങ്ങനെ ഞാനും ചിക്കൻ ബിരിയാണിയിൽ അഭയം പ്രാപിച്ച് ജേട് നോക്കി അവിടെ കിള്ളിപ്പറിച്ച്, അയ്യോ ചിക്കൻ അല്ല കേട്ടോ, പറയാൻ മറന്നുപോയി, മട്ടൻ ബിരിയാണി ആയിരുന്നു. അവിടെ കിള്ളിപ്പറിച്ചിരിപ്പുണ്ട്. പക്ഷേ സദ്യ നല്ല അടിപൊളി സദ്യ കേട്ടോ നമ്മുടെ രുചി റെസ്റ്റോറൻറ്റുകാരുടെ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ അടുത്ത യാത്ര തുടരുകയാണ്. നമ്മളുടെ ലക്ഷ്യം ഒരു മൂവി കാണാൻ പോകാനാണ്. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയുന്ന പോലെ ഈ അബുദാബി ഇങ്ങനെ നീട്ടി വലിച്ച് കാണിക്കുന്നത് ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് ബോറടിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ എന്നോട് ഒത്തിരി പേര് പല വീഡിയോസിൽ പല കമൻസിൽ പറഞ്ഞിട്ടുണ്ട്, ലിറ്റി അബുദാബി കാണിക്കണേ, ഞങ്ങൾക്ക് അബുദാബി മിസ് ചെയ്യുന്നു, ഞങ്ങൾ നേരത്തെ അവിടെ ആയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ പേരൻസ് അവിടെ ആയിരുന്നു വർക്ക് ചെയ്തേ, ഞങ്ങൾ അവിടെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആയിരുന്നു, ഇപ്പം ഞങ്ങൾ അവിടെ അല്ല. അപ്പോൾ ലിറ്റിയുടെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് അബുദാബി വല്ലാണ്ട് മിസ് ചെയ്യും, ഞങ്ങൾക്ക് ഒത്തിരി കാണാൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ആ കൂട്ടത്തിൽ എന്നെ ഇച്ചിരി ന്യൂട്രി കാണിച്ചേക്കാം, എന്നെ മിസ് ചെയ്താലോ. ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയത് ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ റിം മോളിലോട്ടാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് കോർണിഷിൻ്റെ ഹരിതാപവും പച്ചപ്പും ഒക്കെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. കോർണിഷ് വഴിയല്ലേ പോകുന്നത്, നല്ല രസമല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സമ്മർ പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചു സമ്മർ തുടങ്ങുന്നതിന് മുമ്പേ ഈ കോർണിഷിൽ കൂടെ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഈ സമ്മറൊക്കെ കഴിയട്ടെ, അല്ലേ ഞാനുണ്ടല്ലോ വെന്തുരുകി അവിടെ അങ്ങ് അലിഞ്ഞ് തീർന്നു പോകും. അത്രയ്ക്കും ചൂടല്ലേ, പ്രത്യേകിച്ച് ഇപ്പോൾ പകൽ ഭയങ്കര ചൂടാന്നേ. വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എന്നോട് കുറേ ആൾക്കാർ ഇന്ന സ്ഥലത്ത് പോയി വീഡിയോ ചെയ്യാവോ, അവിടെ നിന്നൊരു വീഡിയോ ഇടാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ മെസ്സേജും കാണുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം. എൻ്റെ സമയം അനുവദിക്കുന്നതനുസരിച്ച്. ഞാൻ ആരെയും മറന്നൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി. രണ്ടറ്റവും കൂട്ടുമുട്ടിക്കണ്ടെന്ന് പറയുന്നത് പോലെ ഈ വീഡിയോയും വ്ളോഗിങ്ങും ജോലിയും വീട്ടിലെ പണി എല്ലാം കൂടെ ഉണ്ടല്ലോ, ചില സമയത്ത് അങ്ങ് ടാലി ആവാതെ വന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കുമായിരുന്നു, ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ട്
3 വീക്സ് ആയെന്ന്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചായിരിക്കും, പക്ഷേ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. ഇടയ്ക്കൊക്കെ ലോങ് വീഡിയോ ഇട്ടില്ല നിങ്ങൾ എന്നെ മറന്നു പോകല്ലേ അല്ലേ? അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ റീമോളിൽ വന്നു കേട്ടോ. റീമി വന്നാൽ പിന്നെ ഒരു സിനിമ കാണുക എന്നുള്ളതാണ്. വീക്കെൻഡൊക്കെ ആയിക്കൊണ്ടൊരു സിനിമ കണ്ടില്ലേ എന്താ അല്ലേ? പണ്ടൊക്കെ എന്തോരം നല്ല മലയാളം പടം ഉണ്ടായിരുന്ന. ഇപ്പോൾ ഒരു നല്ല മലയാളം പടം സത്യം പറഞ്ഞാൽ കണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കണം ഒരു നല്ല പടം വരാൻ വേണ്ടിയിട്ട്. പിന്നെ ജേഡുവിനെയും കൊണ്ട് ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ, അവനിഷ്ടമുള്ള മൂവിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റീമോളിൽ പോയി നമ്മൾ ഏത് പടമാണ് കണ്ടേന്ന് ഞാൻ മറന്നു പോയിരിക്കുന്നു. അത് ഞാൻ എടുത്തുമില്ല. നമ്മളെ ഓടിപ്പിടിച്ച് ചെന്നപ്പോഴത്തേനും മൂവി തുടങ്ങേണ്ട സമയമായി. അതോ നമ്മുടെ മൂവി ഉള്ളത് ഏത് റൂമിലാണെന്ന് വെച്ചാൽ അങ്ങ് ഗുദാവില്ല. സാധാരണ കയറുന്നിടത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങ് എന്താ പറയുക, പിന്നെ കൊച്ചിന് പെപ്സിയും എന്താ പറയുക ഫുഡ് എന്ന് പറഞ്ഞാൽ പോപ്കോണും അതും ഇതെല്ലാം കൂടെ വാങ്ങിച്ചപ്പോഴത്തേനെ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ്. ഈ അബുദാബിയിലുള്ളവരോടാണ് നിങ്ങൾക്ക് ഏറ്റവും മൂവി കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള തിയേറ്റർ ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിയേറ്റർ ഇപ്പോൾ വന്നിട്ട് വോക്സിൻ്റെ തന്നെ റീമോളിലുള്ള വോക്സ് സിനിമാസാണ്. എന്നാണെന്നറിയത്തില്ല, എനിക്ക് തോന്നുന്നു റിക്ലൈനർ സീറ്റൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഒരുമാതിരി പോക്കറാച്ചി തവള കിടക്കുന്ന പോലെ റിക്ലൈനർ സീറ്റ് ഇരുന്നേ സിനിമ കണ്ട് ഇപ്പം നോർമൽ സീറ്റ് ഇരുന്ന് സിനിമ കാണാൻ പറ്റുന്നില്ലെന്നേ, മടി പിടിച്ചു പോയി. അത് തന്നെയല്ല, റീമോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5-6 മിനിറ്റേ ഉള്ളൂ കഷ്ടി. പെട്ടെന്ന് ചെല്ലാം. അൽവാദ മോൾ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു സിഗ്നലും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ റീമിലോട്ട് കയറുമല്ലേ. അങ്ങനെ മൂവി എല്ലാം കഴിഞ്ഞ് ഇത് കണ്ടോ, നമ്മൾ വെറുതെ പോപ്കോണൊക്കെ വാങ്ങിക്കുന്ന ഫുള്ള് മിച്ചമുണ്ട്. അത് എവിടെ കയറി ഫുഡ് വാങ്ങിച്ചാലും അത് അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അത് തന്നെയല്ല, ആ ചെറുക്കം വാങ്ങിക്കുന്ന പോപ്കോണേ ചീസ് ഫ്ലേവറും അങ്ങനത്തെയൊക്കെയാണ്. അത് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഈ ക്യാരമൽ ഫ്ലേവറൊക്കെ ആയിരുന്നു അതല്ല പ്ലെയിനായിട്ടുള്ള പോപ്കോണില്ലേ, അതൊക്കെ ആയിരുന്നെങ്കിൽ ഞാനങ്ങ് കഴിച്ച് തീർത്തേനെ. ഈ ചീസൊക്കെ എങ്ങനെ നമ്മൾ അധികം കഴിക്കുന്നല്ലേ, അതുകൊണ്ടാണ് മിച്ചം വന്നത്. പക്ഷെ പെപ്സിയൊക്കെ പുള്ളി പിടിച്ച് കാലിയാക്കി. അങ്ങനെ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇനിയും നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. എനിക്കിങ്ങനെ വെള്ളമെല്ലാം കാണുമ്പോഴേ നമുക്ക് ഫിഷിങ്ങിന് പോകാൻ തോന്നുന്നേ. പണ്ടൊക്കെ നമ്മൾ എന്നുമല്ല മിക്ക വീക്കെൻഡും ഫിഷിങ്ങിന് പോകുമായിരുന്നു. ഇപ്പോൾ വന്ന് അബുദാബിയിൽ ഒരുമാതിരിപ്പെട്ട നല്ല സ്ഥലം എല്ലാം നോൺ ഫിഷിങ് ഏരിയ ആക്കി വെച്ചേക്കുക. അതുകൊണ്ട് എന്ത് പറ്റും, നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയല്ലേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചൂട് തുടങ്ങിയത് കൊണ്ടേ ഫിഷിങ് ഭയങ്കര പാടാണ്. ഈ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസമൊക്കെ എന്താ സുഖമല്ലേ. നല്ല മീൻ കിട്ടുന്ന സ്ഥലമൊക്കെ ആണേലേ നമുക്ക് പോകാനും ഒരു ത്രില്ലുണ്ട്. ഇനിയും നോക്കട്ടെ, അടുത്ത വിൻ്റർ ആകുമ്പോൾ നമുക്ക് ഫിഷിങ്ങിന് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിടാവേ. വീഡിയോ ഇടണേലും മീൻ വല്ലതും കിട്ടണ്ടേ അല്ലേ. ഇനി ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാന്ന്. നമ്മൾ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് ജേഡന് സ്വിമ്മിങ് ക്ലാസ് ഉണ്ടായിരുന്നേ, അതിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം നേരത്തെ തന്നെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ജേഡുവിൻ്റെ സ്വിമ്മിങ് ഡ്രസ്സും സ്വിമ്മിങ് സൂട്ടും ഒക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജേഡു സ്വിമ്മിങ്ങിന് പോകുന്നത് എന്നോട് ആരാണ്ടൊക്കെ കമൻറ്റിൽ ചോദിച്ചു. എനിക്കൊന്ന് കമൻറ്റിൽ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ എമിറേറ്റ്സ് നാഷണൽ സ്കൂളില്ലേ, ആ സ്കൂളിനകത്ത് അവരുടെ സ്വിമ്മിംഗ് പൂളിലാണ്. പുറത്തു നിന്നുള്ള കോച്ചുമാരുണ്ട്, അവരാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ കുറേ പല കോച്ചുമാരുണ്ട്. അപ്പോൾ ജേഡു ഇപ്പോൾ അവിടെയാണ് സ്വിമ്മിങ്ങിന് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല അങ്ങോട്ട്. പിന്നെ ഈ പിള്ളേർ ഇങ്ങനെ സ്വിമ്മിങ് പോലുള്ള എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ അല്ലേ. അത് മാത്രമല്ല സ്വിമ്മിങ് നല്ലൊരു എക്സസൈസും കൂടെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെള്ളം കണ്ടപ്പോൾ ചാടാനൊക്കെ തോന്നി. വെറുതെ എന്തിനാ അല്ലേ ആ പൂളിനകത്ത് കിടക്കുന്ന വെള്ളം മൊത്തം കരക്കെത്തിക്കുന്നത് ഞാൻ ചാടിയിട്ട്. കുറേ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ചെന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, ഒത്തിരി കുഞ്ഞു പിള്ളേരുണ്ടെന്നേ. അതും 6 മാസമോ അല്ലെ 6 മാസത്തിൽ താഴെയൊക്കെ ഉള്ള പിള്ളേർ. ദൈവമേ, കഷ്ടം തോന്നി എനിക്ക്. നമ്മളൊക്കെ ആ പ്രായത്തിൽ മുട്ടയെ പോലും എഴയാൻ തുടങ്ങിയില്ല, അപ്പോഴാണ് അവർ വെള്ളത്തിൽ. ഇവിടുത്തെ പിള്ളേർക്കല്ലേ ഉള്ളല്ലേ ഈ നീന്തലൊക്കെ പഠിക്കണേ, സ്വിമ്മിംഗ് പൂളിൽ പോകണ്ടേ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ തോട്ടിലും ആറ്റിലൊക്കെ നീന്തി പഠിച്ചത് നമ്മുടെ അടുത്തായ സ്വിമ്മിംഗ് പൂള്. മണിമലയാരൊക്കെ എന്തേരം നീന്തി കിടന്നിരിക്കുന്നു എന്നെനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ അത് ഇച്ചിരി കൂടി പോകത്തില്ലേ ആ തള്ളലെന്നുള്ളത് കൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ വായി നോക്കിയൊക്കെ ഇരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളം അന്നും ഇന്നും ഒരു വീക്ക്നെസ്സാണ്. അത് തന്നെയല്ല, അവിടെ സ്വിമ്മിങ്ങിന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്ന ഏജ് ലിമിറ്റൊന്നും ഇല്ല കേട്ടോ. ഏത് ഏജിലുള്ളവർക്കും അവിടെ പോയി സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യാമെന്നല്ല, നമുക്ക് കോച്ചുമാരുടെ അടുത്ത് പോയി ട്രെയിനിങ് എടുക്കാം കേട്ടോ. ഒത്തിരി കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് സ്വിമ്മിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുക കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മളുടെ സ്വന്തം അൽവാദ മോൾ. ഞാൻ തന്നെ പറഞ്ഞ് പ്രശസ്തിയാക്കിയതാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ് പ്രശസ്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ തന്നെ ഒരു ഫേമസ് ആണ്. പക്ഷെ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അൽവാദ മോൾ ഇപ്പോൾ കാണാപ്പാടാണ് കേട്ടോ. ഈ ഷോപ്പിംഗ് മോൾ കാണുമ്പോഴേ ആൾക്കാർ കമൻറ്റ് ചെയ്യും അൽവാദ മോളിൽ പോയല്ലേ എന്ന്. അത് തന്നെയല്ല കേട്ടോ, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാനൊക്കെ വരാറുണ്ട്. ഒത്തിരി പേര് എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന, അല്ലെ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേര് വന്ന് വർത്താനമൊക്കെ പറയാറുണ്ട്. അങ്ങനെ അൽവാദ മോളിൽ ചെന്നിട്ട് ഞാൻ
ഞാനും ചേടിക്കുട്ടും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് കൊച്ചിന് വിശക്കുന്നുണ്ടായിരുന്നേ. കൊച്ചിന് മാത്രമല്ല തള്ളയ്ക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അവനായിരുന്നു നീന്തിയെങ്കിലും പുറത്തിരുന്ന് കണ്ടോണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ അൽവാദ മോളിലുള്ള കൊസാൻ ബേക്കറി ഇല്ലേ, അവിടെ നോക്കി നമ്മുടെ നാട്ടിലൊക്കെ ഈ എന്താ പറയുക ചായക്കടയിൽ ചില്ലിനകത്ത് പണ്ട് ചായക്കടയിലെ പലഹാരം വെക്കുന്ന പോലെ എന്തോരം ഫ്രഷായിട്ട് ബേക്ക് ചെയ്ത കൊസൻസ് ആണെന്ന് നോക്കി. അത് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാനും ചേടും ഓരോ സാധനമൊക്കെ വാങ്ങിച്ചു കഴിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ ജസ്റ്റി മോൻ എന്ത് ചെയ്യുന്നത്? ജസ്റ്റിക്ക് മുടി വെട്ടാനുണ്ടായിരുന്നേ. അങ്ങനെ ജസ്റ്റ് നേരെ ഹെയർ സലൂണിലോട്ട് പോയി. അത് മാത്രമല്ല, ജസ്റ്റ് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നിടത്ത് വെറുതെ പോയി നമ്മൾ എന്തിനാണ് പോസ്റ്റ് ആകുന്നത്? അല്ല തന്നെ ജസ്റ്റിലൂടെ പോയി പോസ്റ്റ് ആകലാണ് എൻ്റെ മെയിൻ പരിപാടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനും കൊച്ചു ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന്. അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞു നിങ്ങളവിടെ വരണ്ട, നിങ്ങൾ വെറുതെ സമയം കളയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ ഞാനും ചേടും നന്നായിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഞങ്ങൾ എപ്പോൾ പുറത്ത് പോയാലും നമ്മൾ എന്ത് വാങ്ങിക്കുന്നോ അത് ജേഡ് കഴിക്കും. ജേഡ് എന്ത് സാധനം വാങ്ങിക്കുന്നോ അത് നമുക്കിഷ്ടമില്ലെങ്കിലും നമ്മളും കഴിക്കും. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയി കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും തീറ്റ തന്നെ ഉള്ളൂന്ന്. അതല്ലെന്ന് എനിക്ക് കോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. എനിക്ക് അവിടുത്തെ കോഫി മറ്റേടത്ത് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് നമ്മുടെ സ്ഥിരം കോഫി ഷോപ്പായ ടിം ഹോട്ടൻസിൽ കയറിയതേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്നൊരു കോഫിയൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ ജസ്റ്റ് മുടി വെട്ട് നടത്തിയിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ജസ്റ്റ് മോൻ്റെ മുടി വെട്ടൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ടൺ കണക്കിനെന്ന് പറഞ്ഞ പോലെ കിൻഡർ കണക്കിന് മുടി വെട്ടിയിടാനില്ലായിരുന്നു. അതിൻ്റെ പണിപ്പുരയിൽ ബാർബർമാർ പണിതുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞാനും ചേടും കൂടെ അവിടെ ഇരുന്നൊരു പുസ്തകമൊക്കെ വായിച്ച് കുറച്ച് നേരം പോസ്റ്റ് ആവണമല്ലോ. അങ്ങനെ പോസ്റ്റൊക്കെ ആയി മുടിവെട്ടെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഡിന്നർ. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഫുഡും കൂടെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ വിങ് സ്റ്റോപ്പിൽ കയറി ഒരു ചീസ് ലോലുള്ള സ്റ്റാർട്ടറൊക്കെ പറഞ്ഞ് അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞ ബാക്കി ഫുഡൊക്കെ വന്നു കേട്ടോ. ഈ വിങ് സ്റ്റോപ്പിൽ കയറിയ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കഥ പറയാവേ. ഒരിടയ്ക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം വിങ് സ്റ്റോപ്പിൽ കയറിയപ്പോൾ അവിടെ പല ഫ്ലേവർ ഉണ്ടല്ലോ. ഒന്നും നമ്മളെപ്പോഴും ബാർബിക്യൂ ഫ്ലേവർ പറയും. എന്നിട്ട് ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു ജസ്റ്റിക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവർ പറയാം. ജസ്റ്റ് ഒരിടത്തും നോക്കാതെ ഏതോ ഒരു ഫ്ലേവർ പറഞ്ഞു. എൻ്റെ പൊന്നുമക്കളെ അതിൻ്റെ സ്പൈസ് ലെവൽ എൻ്റെ ദൈവമേ അണ്ടകടാകെ എരിഞ്ഞു പോയെന്നാണല്ലോ, അത്ര എരിവ്. എന്നിട്ട് ഞാൻ എന്നെ ഏതെന്നറിയാവോ, അത് വീട്ടിൽ കൊണ്ടുവന്ന് അത് കഴുകി കഴിച്ചു. നമ്മുടെ അടുത്താ കളിയല്ലേ, എന്നിട്ട് പോലും അതിന് എരിവായിരുന്നേ. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്പൈസ് ലെവൽ എന്തേലും ഉണ്ടെന്ന് നോക്കണ്ടല്ലേ, നോക്കിയില്ലെന്നേ. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. എൻ്റെ കോഫി കപ്പ് നോക്കി കുത്തപ്പിനാറിന് അത്രയും വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാൻ പറ്റും, കോഫി കുടിച്ച് ഞാനൊരു കോഫി അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പോലും അറിയാതെ ഞാനൊരു കോഫി അഡിക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം.